ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷവേദിയെ നിയന്ത്രിക്കുന്നത് കാറും കോളും നിറഞ്ഞ കാലത്ത് ഈ ക്യാമ്പസിനെ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിച്ച കപ്പിത്താൻ കൂടിയായ ഈ പരിപാടിയുടെ അഡ്വൈസർ സി അബ്ദുള്ള സാഹിബ് അവറുകളാണ്. അധ്യക്ഷവേദിയിലേക്ക് സി അബ്ദുള്ള സാഹിബിനെ സ്നേഹപുരസ്കാരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള വേദിയിലും സ്റ്റേജിലിരിക്കുന്ന സഹോദര സഹോദരിമാരെ, നേതാക്കന്മാരെ, നമ്മളെ ഈ സ്ഥാപനം 1977 വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന മലയോര കർഷക രാജ്യമായിരുന്ന ചുങ്കത്തറയിൽ ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അബൂബക്കർ സുലമി വിശദീകരിക്കുകയുണ്ടായി. കൂടുതൽ ആളുകൾ ബാക്കിൽ സംസാരിക്കാനുള്ളത് കൊണ്ടും സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഈ ചുങ്കത്തറയിലെ പൗരപ്രമുഖരായ ആളുകൾ അന്നത്തെ കാലത്ത് സുന്നി മദ്രസയിൽ തുടങ്ങി. സുന്നിയായിരുന്ന കൈതക്കോടം കൊല്ലമ്മ മുഹമ്മാക്കയും മുഹമ്മലി മൗലയും എളാപ്പയും കൂടിയിട്ട് കുറേ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ മദ്രസയിൽ തുടങ്ങിയ സ്ഥാപനം അവരിൽ നിന്ന് നമ്മൾ പോരേണ്ടി വരികയും അത് സുന്നികൾ നമ്മൾ അവരിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത് അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സ്ഥാപനം എത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മറികടന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ചുങ്കത്തറ, നിലമ്പൂർ മേഖലയിലെ മിക്ക മുജാഹിദ് പള്ളികളിലും നമ്മളെ പ്രവർത്തകരുണ്ട്, പ്രദേശങ്ങളിൽ ഈ സ്ഥാപനത്തിലെ പ്രവർത്തകരുണ്ട് എന്ന സന്തോഷം നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും അള്ളാഹു ഈ സ്ഥാപനത്തെ ഉയർത്തട്ടെ. നമുക്ക് ഈ സ്ഥാപനം വലിയൊരു സ്ഥാപനമാകണമെന്ന നമ്മളെ സ്വപ്നം പദ്ധതിയാണ് നമ്മുടെ ഈ ഗോൾഡൻ ജൂബിലി. തുടങ്ങിയിട്ട് 50 വർഷം അടുത്ത വർഷത്തേക്ക് പൂർത്തിയാകുകയാണ്. ആ പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനത്തിന് പഠിച്ചവരും ഇതിനെ സഹായിച്ചവരും ഇതിനെ ബഹുമാനിച്ചവരും ഇതിനെ വളർത്തിയവരുമായ ഒരുപാട് ആളുകൾ കേരളത്തിൽ അകത്തും പുറത്തുമുണ്ട്. അവരുടെ എല്ലാം സഹായത്തോടു കൂടെ ഈ സ്ഥാപനം വലിയൊരു സ്ഥാപനമാക്കണം എന്ന് സ്വപ്നം കാണുകയാണ് ഇതിൻ്റെ കമ്മിറ്റിക്കാരും പ്രവർത്തകരും, ഈ നാട്ടിലെ എല്ലാ മുജാഹിദ് പ്രവർത്തകരും, മുജാഹിദ് അല്ലാത്ത പ്രവർത്തകരും. കാരണം മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ അത് അത്യാവശ്യമാണ്. ഒരു മുസ്ലിമിന് വിദ്യാഭ്യാസം മർമ്മപ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ആദ്യം പ്രവാചകരെ കൊണ്ട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക, പഠിക്കുക എന്ന ആ അധ്യായത്തോടു കൂടെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് വായിക്കണം, പഠിക്കണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമാണെന്ന് ഫത്വ ഇറക്കിയ കാലഘട്ടത്തിലാണ്, മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ ഇറക്കിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് 7ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് 8ാം ക്ലാസ് പറഞ്ഞേക്കാൻ പറ്റില്ല എന്ന് വാപ്പ പറഞ്ഞു. കാരണം അന്യ ആണുങ്ങളുടെ മുമ്പിലേക്ക് ഈ കുട്ടിയെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാളിയാരുടെ അടുത്ത് പോയി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കാളിയാറിനോട് പറഞ്ഞത്, ഞാൻ അതിൽ നല്ല ബഹുമാനമുള്ള മർഹൂം അബ്ദുൽ മുസ്ലിയാർ, അദ്ദേഹം എന്നോട് പറഞ്ഞത്, അബ്ദുൽ കുട്ടി, ഞാനതിൽ മതത്തിൽ ഹുക്കും കാണുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഞാനത് പറയില്ല. അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ മനസ്സിലാക്കിയതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ഥാപനം ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം അത് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തടയപ്പെട്ടില്ല എന്നൊക്കെ പറയും. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം നേടിയതെന്ന് അഭിമാനത്തോടു കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ പല ആളുകളും, നമ്മുടെ ബഹുമാന്യനായ പ്രാസംഗികൻ ഇതിൻ്റെ ഉദ്ഘാടനം, ഈ 50ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ MLA ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 50ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനം
നിർവഹിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് മൗലവിൻ്റെ മകനുമായ സുഹൈർ ചുങ്കത്ര എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ സാദരവും ക്ഷണിച്ചു വന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.